തിരുവനന്തപുരം നഗരൂരിൽ മിസോറാം സ്വദേശിയായ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥി കുത്തേറ്റു മരിച്ചു എന്നൊരു വളരെ പ്രധാനപ്പെട്ട വാർത്ത ഇപ്പോൾ വരുന്നു. രാജധാനി കോളേജിലെ മിസോറാം സ്വദേശി ടി ലസങ്സ്വാലയാണ് കൊല്ലപ്പെട്ടത്. സംഭവത്തിൽ സുഹൃത്തായ മിസോറാം സ്വദേശിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നത് AV ജയശങ്കർ തന്നെയാണ്. ജയശങ്കർ, വെരി ഗുഡ് മോർണിംഗ്. പക്ഷേ വാർത്ത അത്ര ശുഭകരമല്ല. എന്താണ് ഇവിടെ സംഭവിച്ചത്? മിസോറാം സ്വദേശിയായ യുവാവ് തന്നെ മറ്റൊരാളിനെ കൊല്ലുന്നു. എന്താണ് കാരണം? ഗുഡ് മോർണിംഗ് പ്രജീൻ ആൻഡ് ക്രിസ്റ്റീന. എന്തായാലും കഴിഞ്ഞ ദിവസം രാത്രിയാണ് ഈ സംഭവം നടക്കുന്നത്. ഈ രണ്ട് വിദ്യാർത്ഥികൾ സുഹൃത്തുക്കളായിരുന്നു. ഇവർ കോളേജിന് പുറത്ത് ഒരു സ്ഥലത്തായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്. അതിനിടയിലാണ് ഇത്തരത്തിൽ മദ്യലഹരിയിൽ പരസ്പരം സംഘർഷത്തിൽ ഏർപ്പെടുകയും കൊലപ്പെടുത്തൽ ഉണ്ടാവുകയും ചെയ്തു. എന്തായാലും സംഭവവുമായി ബന്ധപ്പെട്ട് നാലാം വർഷ കോളേജിലെ 4ാം വർഷ വിദ്യാർത്ഥിയും മിസോറാം സ്വദേശിയുമായ വാലന്റീൻ VL ആണ് ഈ അപകടത്തിൽ കൊല്ലപ്പെട്ടതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. സംഭവത്തിൽ സുഹൃത്തായ ലാംസങ് സ്വാലയെ പോലീസ് നിലവിൽ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. എന്തായാലും ഈ സുഹൃത്തുക്കൾ തമ്മിൽ മദ്യലഹരിയിലുണ്ടായ സംഘർഷമാണ് ഇത്തരത്തിൽ കത്തിക്കുത്തിലേക്ക് നയിച്ചത്. ഇന്നലെ രാത്രി 11 മണിയോടുകൂടിയായിരുന്നു ഈ സംഭവം നടന്നത്. നാഗൂർ നെടുമ്പറമ്പ് ജംഗ്ഷനിൽ വെച്ചായിരുന്നു സംഭവം ഉണ്ടായത്. എന്തായാലും ഈ കുത്തേറ്റ ഉടൻ തന്നെ ഇദ്ദേഹത്തെ ആശുപത്രിയിൽ എത്തിക്കാൻ ശ്രമിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല. എന്തായാലും നാഗൂർ പോലീസ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. എന്തായാലും മദ്യലഹരിയിലായിരുന്നു ആപത്ത്. നമ്മുടെ ഈ രാജ്യത്ത് ഇല്ലെങ്കിൽ സംസ്ഥാനത്ത് മദ്യത്തിനെതിരെ വലിയ തോതിൽ സർക്കാർ ലഹരിക്കെതിരെയെല്ലാം ക്യാമ്പയിൻ നടത്തുമ്പോഴാണ് വിദ്യാർത്ഥികൾ തമ്മിൽ മദ്യലഹരിയിൽ ഇത്തരത്തിൽ ആക്രമണം നടത്തി ഒരു ജീവൻ തന്നെ നഷ്ടപ്പെടാവുന്ന സാഹചര്യം ഉണ്ടാകുന്നു. എന്തായാലും പോലീസ് ഇതുമായി ബന്ധപ്പെട്ട പരിശോധനകൾ മേൽ നടപടികളും ആരംഭിച്ചിട്ടുണ്ട്. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുമെന്നാണ് മനസ്സിലാക്കുന്നത്. അവിശ്വസനീയം പറയാല്ല, കാരണം കുട്ടികളാണ്, വിദ്യാർത്ഥികളാണ്, എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കുന്നവരാണ്. അവരാണ് ഈ മദ്യപിച്ച് വാക്കേറ്റം ഉണ്ടാകുന്നു, വാക്കുതർക്കത്തിലുണ്ടാകുന്നു, പിന്നീട് അടിപിടിയാവുന്നു, ഒരാളെ കുത്തുന്നു, കൊല്ലുന്നു. മദ്യം വിഷമാണെന്ന് പറയുന്നത് എത്രത്തോളം സത്യമാണ്? മദ്യമെന്നല്ല, ഒരു തരത്തിലുള്ള ലഹരിയും ഉപയോഗിക്കാൻ പാടില്ല എന്നത് പലതവണ നമ്മളെ പഠിപ്പിക്കുന്ന ഓരോ വാർത്തകളും. ഈ വാർത്തകളൊക്കെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഇതൊക്കെ സംഭവിക്കുന്നതാണല്ലോ, ഇത് ജനറൽ ആണല്ലോ എന്ന് ചിന്തിക്കാതെ ഇത് സംഭവിക്കാൻ പാടില്ല, ഞാനായി ഇത് ചെയ്യാൻ പാടില്ല എന്ന് ഓരോരുത്തരും ചിന്തിക്കുകയും തീരുമാനമെടുക്കുകയും ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ട്. ഓരോ ദിവസവും ലഹരി ഉപയോഗം കൊണ്ട് ഉള്ള പ്രശ്നങ്ങൾ എത്രത്തോളമാണ് ഉണ്ടാകുന്നത്.